ഹായ് ഡിയേഴ്സ്, മഹാലക്ഷ്മി ലേറ്റസ്റ്റ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കണ്ണൻ എന്തിൻ്റെ മഹീനെയും കൂട്ടിയിട്ട് റൈഡ് പോവാണ്, അതും ബുള്ളറ്റിൽ. കണ്ണൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് കാലൊക്കെ ശരിയായതിനു ശേഷം മഹാലക്ഷ്മിനെയും കൂട്ടിയിട്ട് ഇങ്ങനെ ഓരോ സ്ഥലത്തേക്ക് കറങ്ങാനൊക്കെ പോകാന്നുള്ളത്. അതുപോലെ എന്തിൻ്റെ കണ്ണൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് ദിവസത്തെ ട്രിപ്പിന് ശേഷം ഇവരെല്ലാം നാട്ടിലെത്തിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് കണ്ണനൊരു ആഗ്രഹം മാർക്കോനോട് പറയുന്നുണ്ട്. അങ്ങനെ മാർക്കോ എന്ത് ചെയ്ത് കണ്ണനെ ബുള്ളറ്റൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഒരുപാട് തവണ എന്തിന് ഗ്രൗണ്ടിൽ കൂടെ ബുള്ളറ്റിൽ ഓടിപ്പിക്കുകയൊക്കെ ചെയ്തിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. വേഗം എന്തിനും കണ്ണനാണെങ്കിലും മഹാലക്ഷ്മീൻ്റെ അടുത്തേക്ക് പോയിട്ട് മഹാലക്ഷ്മീനെയും കൂടിയിട്ട് ഇങ്ങോട്ടേക്കൊക്കെ ഇറങ്ങാനൊക്കെ പോവാണ്. അപ്പോൾ ആനന്ദും രേഖയും ചോദിക്കുന്നുണ്ട്, ഞങ്ങളെങ്ങാനും ഇനി കാറിൽ നിങ്ങളെ പിന്തുടരണോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ വിളിച്ചാവെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കണ്ണ് പറയുന്നുണ്ട്, ഇല്ലടാ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ഞങ്ങളെന്തിനാ പോയിട്ട് വേഗം ഇങ്ങ് വരാം, എന്തായാലും എൻ്റെ ഒരു ആഗ്രഹമല്ലേ, ഇതങ്ങ് നിറവേറ്റട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ മഹാലക്ഷ്മീനെയും കൂട്ടിയിട്ട് പോകുന്നുണ്ട്. മേഘനാഥനാണെങ്കിൽ അനന്തൂനെയും കണ്ണനെയും എല്ലാവരെയും ആ ഒരു സ്ഥലത്ത് കണ്ടിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ നല്ല ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ഇവൻ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ഗുണ്ടേനെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇനി കണ്ണനെങ്ങാനും മല കയറിയത് നടന്നിട്ടാണോ, അല്ലെങ്കിൽ അവനെ മാർക്കോയും സാഗരമൊക്കെ എടുത്ത് കയറ്റിയതാണോ, നീയല്ലേ ഇതൊക്കെ കണ്ടത്, അതുകൊണ്ട് നീ തന്നെ പറയണം, നീ പറയുന്നത് മാത്രമേ എനിക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. ഞാനന്ന് എന്തായാലും കണ്ണനെ അനന്തൂനെ അവിടെയൊക്കെ വെച്ച് കണ്ടു എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുപോലെ തന്നെ കണ്ണൻ എഴുന്നേറ്റ് നടക്കുന്നതാണ് ഞാൻ കണ്ടത്, അതെന്തായാലും ഞാൻ മദ്യലഹരിയിലായതുകൊണ്ടെന്നല്ല എന്നൊക്കെ ഇവനോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കുറേ പ്രാവശ്യം എന്തെങ്കിലും തിരിച്ച് പറയിപ്പിക്കാനായിട്ട് അവൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒന്നും പറ്റുന്നില്ല. അതുപോലെ തന്നെ അവൻ എന്തുണ്ട്, ഒരു അറ്റക്കൈ പ്രയോഗം എന്നുള്ള രീതിയിൽ ഒരു പേപ്പറും പെന്നും ഒക്കെ എടുത്തിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ഇതിലേക്ക് എഴുതി, ഞാൻ ചോദിക്കുന്നതിനുള്ള ഉത്തരവൊക്കെ നീ ഇതിലേക്ക് എഴുതി തന്നാൽ മതി, ഞാൻ എന്ത് ചെയ്യുക അങ്ങനെ മനസ്സിലാക്കിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഓരോ ചോദ്യങ്ങളായിട്ട് ചോദിക്കുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവനൊരു ഉത്തരവും കിട്ടുന്നില്ല. അങ്ങനെ മേഘാദർ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഉത്തരവും കിട്ടാതെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഭയങ്കര ദേഷ്യത്തോടെ അങ്ങ് പുറത്തേക്ക് പോകുന്നുണ്ട്. കരുണേൻ്റെ മനസ്സൊന്നും ശരിയല്ലാത്തതുകൊണ്ട് തന്നെ പ്രതാപൻ എന്ത് ചെയ്യുന്നുണ്ട്, കരുണേനെയും കൂട്ടിയിട്ട് ഒരു ഔട്ടിങ് എന്നുള്ള രീതിയിലേക്കൊന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ കരുണേനോട് ഓരോ കാര്യങ്ങളായിട്ട് പ്രതാപൻ ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, എനിക്കെന്തായാലും അങ്ങനെയൊന്നുമല്ല എന്തായാലും ഭർത്താവിന് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ഒരു പ്രശ്നമല്ല, പക്ഷേങ്കിൽ അവിടെ പണം ഉണ്ടെങ്കിൽ ആ അസുഖങ്ങളും എല്ലാ കാര്യങ്ങളൊന്നും ഇല്ലാതായി പോകും. കാരണം ഇപ്പോൾ കണ്ണേട്ടനെ തന്നെ നോക്കി നോക്ക്, കണ്ണേട്ടൻ്റെ കാലുകൾക്ക് ചലനശേഷിയില്ല, എന്നിട്ട് കണ്ണേട്ടൻ്റെ പൈസ കൊണ്ടാണ് മഹാലക്ഷ്മി ആ വീട്ടിലേക്ക് ഭരിക്കുന്നതും ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതും. അതുപോലെയാണ് ഉണ്ണിയേട്ടൻ്റെ കാര്യത്തിൽ എല്ലാം ഉണ്ട്, പക്ഷേങ്കിൽ ഉണ്ണിയേട്ടൻ്റെ കയ്യിൽ ഒരു പൈസയില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യേണ്ടി വന്നു, എനിക്ക് മഹാലക്ഷ്മിനെ അനുസരിക്കേണ്ടി വന്നു, എനിക്ക് മഹാലക്ഷ്മിൻ്റെ അടിമയായിട്ട് ജീവിക്കേണ്ടി വന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം ഇതിൽ നമ്മുടെ പ്രതാപനാണെങ്കിൽ കരുണേനോട് പറയുന്നുണ്ട്, അങ്ങനെയൊന്നല്ല മോളെ, നീ നോക്കിക്കോ, അവളെ നമുക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലും ചെയ്തിട്ട് എന്ന് അടിമയാക്കാം, നിൻ്റെ കീഴിൽ അല്ലാതെ അവൾ എന്ത് ചെയ്യില്ല, നിൻ്റെ മേലെ വരില്ല, എന്തായാലും നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാം, അച്ഛനില്ലേ മോക്കെന്നൊക്കെ പറഞ്ഞ് മോളെ ഇങ്ങനെ ഒരുപാട് ആശ്വസിപ്പിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് പെട്ടെന്ന് ഒരു ഹമ്പ് കാണിയിട്ട് പ്രതാപൻ എന്തുണ്ട്, കാറ് പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ ബേക്കിലാണെങ്കിൽ നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയും ഉണ്ട്. ഇവരുടെ വണ്ടി എന്തുണ്ട്, പ്രതാപൻ്റെ കാറുമായിട്ടൊന്ന് ഇടിക്കുന്നുണ്ട്. ഈ ഒരു സമയത്താണെങ്കിൽ പെട്ടെന്ന് ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ബാക്കോട്ടേക്ക് നോക്കുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ മഹാലക്ഷ്മി കാണുന്നുണ്ട് പ്രതാപൻ്റെ വണ്ടിയാണ്. അയ്യോ പ്രതാപൻ്റെ വണ്ടിയാണല്ലോ, ഇനിയിപ്പോൾ നമ്മളെ കണ്ടു ഞാൻ പ്രശ്നവും കരുണയൊക്കെ ഉണ്ടല്ലോ, എന്താ ചെയ്യാന്നൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, കണ്ണനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, നീ എന്ത് ചെയ്യേണ്ട, ടെൻഷൻ അടിക്കണം, നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവുമെന്ന് നോക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എപ്പിസോഡ് റിവ്യൂലുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.